ഇല്ലടികളെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. സത്യം പറയുമല്ലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ വേടനെസ് ഇല്ലാടികളെ. ഒന്നും പറയാനില്ല, കാരണം ഒന്നും പറയാനില്ല. എവിടെ നോക്കിയാലും വേടൻ, എവിടെ നോക്കിയാലും വേടൻ ഇല്ലാടികളെ. കരിമ്പുലി വേട്ടക്കിറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ തുടരനിൽ ആരുടെ പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആന കാട്ടിലേക്ക് ഇറങ്ങി എന്ന് പറയില്ല, അതുപോലെ കരിമ്പുലി വേട്ടയ്ക്ക് ഇറങ്ങിയില്ലാടില്ലേ നാട്ടിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജാമ്യം കിട്ടി പുറത്ത് വന്ന ശേഷം ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ പരിപാടി വേടൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ പരിപാടി ക്യാൻസൽ ചെയ്തായിരുന്നു. ഇല്ലാടല്ലേ, സർക്കാരിന്റെ പരിപാടിയായിരുന്നു, ക്യാൻസൽ ചെയ്തായിരുന്നു. ബട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നു, പരിപാടി പിന്നെയും ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിലായിരുന്നു പരിപാടി. ഏകദേശം 8000 പേർക്കാണ് അവിടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. 8000 പേരാണോ അതിൽ കൂടുതലാണോ അറിയില്ല. ജനസാഗരം സത്യത്തിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ വേടനെ ഈ പ്രശ്നം ഇല്ലെങ്കിൽ കഞ്ചാവ് കേസിന്റെ ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് നേരെ ഈ പരിപാടിക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഫുൾ പ്രൊട്ടക്ഷനോടുകൂടി അവരെന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു ഇല്ലാടല്ലേ. ഇതൊക്കെയാണ് റിയൽ ഓറ എന്നൊക്കെ പറയില്ല ഇല്ലാടല്ലേ. മറ്റേ ഓറ AOUR ആ സംഭവം ഇല്ലാടല്ലേ. നമുക്ക് രോമാഞ്ചം എന്ന് പറയില്ല, നമ്മൾ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരില്ല. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരുന്നുണ്ട്. അപ്പൊ ഒന്ന് നേരിട്ടാണെങ്കിലും ഇല്ലാട്ടെ നമ്മളെ പരിപാടിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാർ, അതാണ് ഇതിലുള്ള മെയിൻ പോയിന്റ്. എന്താ വെച്ചാൽ മീഡിയക്കാർ ഇപ്പോൾ വേടനെ പിടിച്ച സമയത്ത്, കേസിൽ പിടിച്ച സമയത്ത് എന്താ വെച്ചാൽ മീഡിയക്കാർ അങ്ങനെയാണ് നോർമലി ഇല്ലാടല്ലേ. എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഒരു റീച്ചിന് വേണ്ടി അവരൊന്നും ചെയ്യും, മനസ്സിലല്ലേ. ആ സമയത്തിന് അവരൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് വേടനെ അഗേൻസ്റ്റ് ആയിട്ട് കുറെ പേര് വീഡിയോ ഇട്ടു. ബട്ട് ഈ ഒരു പരിപാടി വന്ന സമയത്ത് എല്ലാ മീഡിയക്കാരും അവിടെ ഉണ്ട്, അല്ലേ. ഈ പറഞ്ഞ ആൾക്കാർ മൊത്തം അവിടെ ഉണ്ട്, വേടനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ. അതാണ് ഇല്ല. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഒരാളിപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതി താഴ്ത്തി പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചമർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് തന്നെ നമ്മളെ വാഴ്ത്തിപ്പാടുന്ന കാലം വരുന്ന അറിയില്ലേ. ആ സംഭവമാണ് ഇപ്പൊ നമ്മളവിടെ കണ്ടത്. സത്യം പറയില്ല എന്താ വെച്ചാൽ ഇതിലും നമ്മൾ വീഡിയോ ചെയ്താലും പറഞ്ഞാൽ നമ്മളത് മോശമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തില്ലേ, ഒന്നും പറയില്ല. അപ്പൊ ഞാൻ നമ്മുടെ മീഡിയ വണ്ണാന്ന് തോന്നുന്നില്ല, മീഡിയ വണ്ണ ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ലൈവ് പറഞ്ഞാൽ നോർമലി ഇല്ലാതെ ലൈവ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ പരിപാടിയൊക്കെ കൈരളി TV പിന്നെ അങ്ങനെ കുറേ ചാനലുകളിൽ യൂട്യൂബിലൊക്കെ ലൈവ് വന്നു. എല്ലാ വീഡിയോസും 2 മണിക്കൂറൊക്കെ ഉണ്ട്. എത്ര 5 ലക്ഷം ഇല്ലാടല്ല, 5 ലക്ഷം 6 ലക്ഷം വ്യൂസ് ഒക്കെയാണ് ലൈവിന് മാത്രം. ആലോചിച്ച് നോക്ക്. അതാണ് ഇല്ലാടൽ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാപ്ഷൻ തന്നെ നോക്കിയില്ല, ഇത് 2ാം പിറവിയെ ഇടുക്കി ഇലക്കി മറിച്ച് വേടൻ. ഞാൻ ആ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് ഉണ്ട്. കുറേ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിപ്പറിക്കാൽ അതിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട്. എല്ലാ ചാനലുകാരും ഇല്ലെങ്കിൽ എല്ലാ പിള്ളേരും എടുത്തിട്ടിട്ട് അത്ര വീഡിയോസ് ഉണ്ട് ഇല്ലാടല്ലേ. പക്ഷെ അതൊന്നും നമ്മൾ എടുത്ത് വെക്കാനില്ല, എന്താ വെച്ചാൽ സമയം ലെങ്ത് കൂടും. അപ്പം ഞാൻ ന്യൂസിന്റെ ആ ഒരു ചെറിയ ന്യൂസ് വന്നിട്ടില്ല, ആ ചെറിയ വീഡിയോ പ്ലേ ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞാൽ കണ്ടു നോക്കിയില്ല, ഒന്നും പറയാനില്ല. നമ്മാതി സാധനം. വിവാദങ്ങൾക്കൊടുവിൽ വേടൻ വീണ്ടും വേദിയിലെത്തി. സർക്കാരിന്റെ ഇടുക്കിയിലെ ആഘോഷ പരിപാടിയിലാണ് വേടന്റെ സംഗീത പരിപാടി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവേശവും സ്നേഹവും എനിക്ക് മനസ്സിലാവും. അപകടങ്ങളൊന്നും വരുത്താതെ നോക്കണം. ഓക്കെ, ഒരു 2 മിനിറ്റ് തന്നെ എനിക്ക് കേട്ടാ ഇവിടെ കേട്ടാ വേണം പറഞ്ഞത് കേട്ടോ. ഇൻട്രോ ഇനിയിപ്പോ എന്ത് ഇൻട്രോ ഇട്ടോ. പിന്നെ മീഡിയക്കാരെ ചേട്ടന്മാരെ ഒന്ന് താഴെ സഹകരിക്കണം. അരെ നിങ്ങള് ആൾക്കാരെ മറക്കാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ മീഡിയക്കാരെ ചേട്ടന്മാര്. ഓക്കെ, കുഞ്ഞോളെ വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരേ. സിജോ ഉണ്ട് വിശദാംശങ്ങളുമായി. സിജോ, അപ്പൊ അതാണ് കില്ലടല്ലേ. എന്താ വെച്ചാൽ ഇൻട്രോ ഒന്നും പറയില്ല. നമ്മളത് മണിച്ചേട്ടൻ, നമ്മുടെ ലെജൻഡായ മണിച്ചേട്ടൻ പാട്ടോടുകൂടിയുള്ള ഇൻട്രോ ഒന്നും പറയാനില്ലാതാണ് കില്ലട. കണ്ടില്ല എന്ന് വെച്ചാൽ 2ാം പിറവി വേടന്റെ ഒരു പുതിയ പാട്ട് ഒന്നും ഇല്ല. പുതിയ പാട്ട് പറഞ്ഞാൽ പുതിയ പാട്ട് കയറും. അതിന് മുമ്പൊക്കെ പാടിയിട്ടുണ്ട്. മോണോലോബ എന്ന് പറഞ്ഞിട്ട് വേടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ തന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയ പാട്ടാന്ന് പറയുന്നുണ്ട്. ആ പാട്ടും വൈറലാണ് കില്ലടല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സമൂഹം അവനെ ഇല്ലെങ്കിൽ ആ ഒരു പണ്ട് അവനെ അടിച്ചമർത്തപ്പെട്ട് അവൻ വന്ന് അതിൽ നിന്ന് ഉയർന്നു വന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ വരുന്നവരല്ലേ. അതാണ് വേടൻ കില്ലടല്ലേ. ഇപ്പൊ നമ്മൾ ഈ റീസെന്റായി നടന്ന ഒരു കേസിന്റെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കേസിൽ പെട്ടു, അകത്തായി പോലീസ് സ്റ്റേഷനിൽ പോയി, അതിനുശേഷം ഒരു തിരിച്ചുവരവ് ഒന്നുമില്ലടല്ലേ. അത് പരിപാടിക്ക് നോക്കി ഈ ഉണ്ടായിരുന്ന ഓഡിയൻസിനെ പക്ഷേ ഇരട്ടി
ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ 2000 ആകുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് ഇല്ലടല്ലേ. അതൊക്കെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ റിയൽ ഹീറോയിസ് എന്നൊക്കെ പറയില്ല, അത് ഇതാണ് ഇല്ലടല്ലേ. ഇതിൽ കൂടുതൽ ഒന്നും വേടനെ കിട്ടാനില്ല, മനസ്സിലായി. വേടൻ ഇടയ്ക്കിടയ്ക്ക് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിൽ ഒരാളാണ്, നിങ്ങളുടെ ഒരു കലാകാരനാണ്, മനസ്സിലായി. നിങ്ങളൊക്കെ കൂടി തിരഞ്ഞെടുത്തൊരു കലാകാരനാണ്. അതാണ് വേടൻ. എന്താ വെച്ചാൽ നമുക്ക് സമൂഹത്തിന് നമുക്ക് മനസ്സറിയാൻ പറ്റും. അതാണ് വേടൻ. സീരിയസായിട്ട് ഒന്നും പറയാനില്ല. നമ്മുടെ പാലക്കാട് എലപ്പുള്ളിയിൽ പരിപാടിക്ക് വരാനായിട്ട് നിന്നായിരുന്നു ഒരു 1-ാം തീയതി. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് മിസ്സായി. നമ്മളും ടിക്കറ്റൊക്കെ കിട്ടിയതായിരുന്നു. പക്ഷേ നമുക്ക് അവിടുത്തെ പിള്ളേർക്ക് ടിക്കറ്റൊക്കെ അറേഞ്ച് തന്നായിരുന്നു. ബട്ട് അത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇനി വരുമായിരിക്കും ഇല്ല, വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതായിരിക്കില്ല അവരുടെ സ്ഥിതി, മനസ്സിലായി. അത്ര ജനസാഗരമായിരിക്കും, അതെന്തായാലും ഉണ്ടാവും. ഒന്നും പറയാനില്ല, അമ്മാതിരി പരിപാടി തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞില്ല റിയൽ ഓറ എന്നൊക്കെ പറയില്ല, അത് ഇതാണ് ഇല്ല. സത്യം പറഞ്ഞ രോമാഞ്ചം നമ്മളിവിടെ വീഡിയോ കാണുമ്പോൾ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഇല്ലെങ്കിൽ ആ 8000 പേരില്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവില്ല അല്ലേ. ആ ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് കൂടെ ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞല്ലോ വേറെ ലെവല്. നമുക്കിനി പുതിയ അപ്ഡേറ്റ് നോക്കാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.